നമസ്കാരം. ദ ഇലക്ഷൻ ചാനലിലേക്ക് സ്വാഗതം. ഓരോരോ ജില്ലകളിൽ UDF-ന്റെയും LDF-ന്റെയും NDA-യുടെയും ഒക്കെ പ്രതീക്ഷകളും സാധ്യതകളുമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്ന് എറണാകുളം ജില്ലയാണ്. മലപ്പുറം എങ്ങനെയാണോ ലീഗിന്, അതുപോലെ തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് എക്കാലവും എറണാകുളം ജില്ലയുള്ളത്. ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകുന്ന ഘടകവും കോൺഗ്രസിന് എറണാകുളത്ത് ഒരു സമ്പൂർണ്ണ വിജയം എന്നുള്ളത് തന്നെയാണ്. 14 നിയമസഭാ മണ്ഡലങ്ങൾ അടങ്ങിയ എറണാകുളം ജില്ലയിൽ 2006 ഒഴികെ 2001-ലായാലും 2016-ലായാലും 2021-ലായാലും UDF-ന് വ്യക്തമായ മേൽക്കൈയുള്ള ജില്ല തന്നെയാണ്. ജില്ലാ പഞ്ചായത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം UDF-ന്റെ അതിശക്തമായ മേൽക്കൈയുള്ള ജില്ലയാണ്. വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവിന്റെ ജില്ല. ആ ജില്ലയിൽ അദ്ദേഹം പറയുന്നത് കാസർഗോഡ് എണ്ണി തുടങ്ങിയാൽ എറണാകുളത്ത് എത്തുമ്പോൾ UDF-ന്റെ 71 സീറ്റ് തികയും എന്നൊക്കെയാണ്. അത് അദ്ദേഹത്തിന്റെ അവകാശവാദം. പക്ഷേ എറണാകുളം ജില്ലയെ സംബന്ധിച്ചോ UDF-ഉം കോൺഗ്രസും വലിയ പ്രതീക്ഷയാണ് വെക്കുന്നത്. പക്ഷേ LDF കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലായി LDF ക്രമാനുഗതമായ ഒരു മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. 2006-ലാണ് LDF-ന്റെ ഏറ്റവും വലിയ മുന്നേറ്റം ഉണ്ടായത്. അത് VS തരംഗത്തിൽ അന്ന് VS-നെയൊക്കെ അനുകൂലിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ എറണാകുളത്തുണ്ടായിരുന്നു. പാർട്ടിയിൽ തന്നെ VS-ന് വേണ്ടി വലിയ സമരങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഉയർന്ന ഒരു ജില്ല എന്ന നിലയ്ക്കൊക്കെ ആ തവണ LDF-ന് ഒരു വലിയ മേൽക്കൈ ഉണ്ടായിരുന്നു. പക്ഷെ അതിന് മുമ്പോ ശേഷമോ ഒന്നും LDF-ന് പലപ്പോഴും അങ്ങനെ ഒരു മേൽക്കൈ എറണാകുളം ജില്ലയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും 9 സീറ്റുകൾ വീതം നേടാൻ UDF-ന് കഴിഞ്ഞിട്ടുണ്ട്. 5 സീറ്റുകൾ 2 തവണയും ഭരണം LDF-നായിരുന്നു എന്ന് ആലോചിക്കണം. ആ 2 തവണ അടക്കം വിജയിച്ച ഒരു ജില്ലയാണ്. നമുക്ക് എറണാകുളം ജില്ലയിൽ UDF ഏതൊക്കെ മണ്ഡലങ്ങളാണ് ഉറപ്പ് കാണുന്നത്, ഏതൊക്കെയാണ് സാധ്യത കാണുന്നത്, ഏതൊക്കെയാണ് അവർക്ക് പ്രതീക്ഷയില്ലാത്തത്, അങ്ങനെ 3 മുന്നണികളുടെയും പ്രതീക്ഷകളും സാധ്യതകളും ഉറപ്പില്ലാത്ത മണ്ഡലങ്ങളും വിശദമായി തന്നെ നമുക്ക് പരിശോധിക്കാം. നമുക്ക് ആദ്യം 14 നിയമസഭാ മണ്ഡലങ്ങളാണ് ആകെ എറണാകുളത്തുള്ളത്. 1 പെരുമ്പാവൂരാണ്, 2 അങ്കമാലി, 3 ആലുവ, 4 കളമശ്ശേരി, 5 പറവൂര്, 6 വൈപ്പിൻ, 7 കൊച്ചി, 8 തൃപ്പൂണിത്തുറ, 9 എറണാകുളം, 10 തൃക്കാക്കര, 11 കുന്നത്തുനാട്, 12 പിറവം, 13 മൂവാറ്റുപുഴ, 14 കോതമംഗലം. ഇതാണ് 14 നിയമസഭാ മണ്ഡലങ്ങൾ എറണാകുളത്തുള്ളത്. ഇതിന്റെ മുൻകാലത്തെ കണക്കുകൾ കൂടി നോക്കാം. നമുക്ക് 2001-ലെ കണക്ക് നോക്കിയാൽ 2001-ൽ LDF-ന് ഒരൊറ്റ സീറ്റ് മാത്രമാണ്, പെരുമ്പാവൂർ സീറ്റ് മാത്രമാണ് ലഭിച്ചത്. അന്ന് ഈ 14-ൽ 13 സീറ്റ് ലഭിച്ചു. 2001 ആലോചിക്കണം. 2001-ൽ AK ആന്റണി മന്ത്രിസഭ വരുമ്പോൾ 99+1 ഒരു കഴക്കൂട്ടത്തെ വിമതനടക്കം 100 സീറ്റുകളോടുകൂടി അധികാരത്തിലെത്തിയ സമയത്ത് എറണാകുളം ആയിരുന്നു ഏറ്റവും കരുത്തോടുകൂടി UDF-നൊപ്പം നിന്നത്. 14-ൽ 13 സീറ്റുകളും UDF ആണ് പിടിച്ചത്. പക്ഷേ UDF-ന് പിന്നീട് ഈ 13 എന്നുള്ള ഒരു വലിയ മെജോറിറ്റി, ഒരു ജില്ലയെ സമ്പൂർണ്ണ ആധിപത്യം എന്നൊക്കെ പറയാവുന്ന പെരുമ്പാവൂർ മാത്രമാണെന്ന് വിട്ടുപോയത്. അന്നേരം ഒരു ആധിപത്യം പിന്നീട് തുടരാനായില്ല. 2006-ലേക്ക് വരുമ്പോൾ 10-4 എന്നതിലേക്ക് വന്നു. 2006-ൽ ഇടതുമുന്നണിക്ക് ഈ കഴിഞ്ഞ 25 വർഷത്തിനിടയിൽ ഇടതുമുന്നണിക്ക് എറണാകുളം ജില്ലയിൽ ഉണ്ടായ ഏറ്റവും വലിയ മുന്നേറ്റം. 2006-ലെ തെരഞ്ഞെടുപ്പ് 2006-ൽ 10 സീറ്റ് LDF-ന് നേടിയപ്പോൾ 4 സീറ്റ് മാത്രമാണ് UDF-ന് പരവൂരും തൃപ്പൂണിത്തുറയും എറണാകുളവും മട്ടാഞ്ചേരി അങ്ങനെ 4 സീറ്റുകൾ മാത്രമാണ് അന്ന് ലഭിച്ചത്. പറവൂരൊക്കെ വി.ഡി. സതീശന്റെ സീറ്റ് അദ്ദേഹത്തിന് നിലനിർത്താൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ തൃപ്പൂണിത്തുറ K ബാബുവിന്റെ സീറ്റായിരുന്നു, K ബാബുവിനും അന്ന് നിലനിർത്താൻ കഴിഞ്ഞു. മട്ടാഞ്ചേരിയിൽ ലീഗിന്റെ സീറ്റായിരുന്നു, അവരും ആ സീറ്റ് നിലനിർത്തും. അങ്ങനെ 4 സീറ്റുകളിലേക്ക് ചുരുങ്ങി. 2011-ലെത്തിയപ്പോഴേക്കും 3-11 എന്ന നിലയ്ക്കായി. LDF-ന് 3 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത്, UDF-ന് ലഭിച്ചത് 11. അന്നും മെച്ചപ്പെട്ട വിജയം തന്നെയായിരുന്നു. UDF-ന്റെ കഷ്ടിച്ച് ഒരു അധികാരത്തിൽ 73 സീറ്റുകളോടുകൂടി അധികാരത്തിൽ വന്ന 2011-ലെ തെരഞ്ഞെടുപ്പ് അന്ന് 11 സീറ്റുകൾ നൽകിക്കൊണ്ട് അന്ന് അവിടെയും UDF-ന് വലിയ മേൽക്കൈ ഉണ്ടാക്കാൻ കഴിഞ്ഞു. പെരുമ്പാവൂരും അങ്കമാലിയും വൈപ്പിനും ഈ 3 സീറ്റുകൾ മാത്രമായിരുന്നു അന്ന് LDF-ന് ഉണ്ടായിരുന്നത്. ഇനി 2016-ലെ ചിത്രം. 2016-ലും 9-5 ആണ്, 2021-ലും 9-5 ആണ്. 2016-ൽ ലഭിച്ചത് വൈപ്പിൻ, കൊച്ചി, തൃപ്പൂണിത്തുറ, മൂവാറ്റുപുഴ, കോതമംഗലം ഈ സീറ്റുകളാണ് LDF-ന് ലഭിച്ചത്. 2021-ൽ കളമശ്ശേരി, വൈപ്പിൻ, കൊച്ചി, കുന്നത്തുനാട്, കോതമംഗലം അങ്ങനെ 5 സീറ്റുകൾ ലഭിക്കുമ്പോഴും UDF-ന് വ്യക്തമായ മേൽക്കൈയുണ്ട്. വി.ഡി. സതീശനെ സംബന്ധിച്ച്, പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച് അഭിമാനകരമായ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിമാന പോരാട്ടം നടക്കുന്ന ജില്ലയാണ് എറണാകുളം. ഇതുവരെയുള്ള ഉപതെരഞ്ഞെടുപ്പുകളിലടക്കം അദ്ദേഹത്തിന് ആ തരത്തിലേക്കുള്ള ഒരു മേൽക്കൈ UDF-ന് നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു മേൽക്കൈ UDF-ന് എറണാകുളം ജില്ലയിൽ ഉണ്ടായാൽ, എറണാകുളം ജില്ല ബാക്കി ജില്ലകളിലൂടെയൊക്കെ അനുകൂലമായാൽ സ്വാഭാവികമായും ഒരു ഭരണത്തിലേക്ക് എത്താനുള്ള ഭൂരിപക്ഷം ലഭിക്കും. ഇനി എറണാകുളം നഷ്ടപ്പെട്ടാൽ ബാക്കി ഏത് ജില്ല അനുകൂലമായാലും UDF-ന്റെ ഭരണം എന്നുള്ളത് പലപ്പോഴും തുലാസിലാവാനുള്ള സാധ്യത തന്നെയാണുള്ളത്. കാരണം UDF കോൺഗ്രസ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ വിജയം പ്രതീക്ഷിക്കുന്ന ജില്ല എന്ന് പറയുന്നത് എറണാകുളമാണ്. നമുക്കൊന്ന് ഓടിച്ചു പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ ഈ ചുവപ്പിൽ കാണുന്നതൊക്കെ LDF ജയിച്ച വർഷങ്ങളാണ്. നീലയിൽ കാണുന്നത് UDF-ൻ്റെതാണ്. പെരുമ്പാവൂരിൽ
നേരത്തെ LDF ജയിച്ചുകൊണ്ടിരുന്നതാണ്. 2016-ലും 2021-ലും UDF-ലേക്ക് വരുന്നു. അങ്കമാലിയും UDF ജയിച്ചുകൊണ്ടിരുന്നിടത്ത് LDF-ലേക്ക് വരുന്നു, വീണ്ടും UDF-ലേക്ക് തന്നെ വരുന്നു. ആലുവയിലും LDF-ന് 2006-ൽ മാത്രമാണ് ജയിക്കാൻ കഴിഞ്ഞത്. ബാക്കി വീണ്ടും UDF-ന്റെ മേൽക്കൈയാണ് ആലുവയിലുള്ളത്. കളമശ്ശേരിയിൽ അവസാന തവണ, കളമശ്ശേരിയൊക്കെ രണ്ടാമത് 2011-ൽ ആദ്യ തെരഞ്ഞെടുപ്പിൽ 2011-ൽ മണ്ഡല പുനർനിശ്ചയത്തിന് ശേഷം രൂപം കൊണ്ട മണ്ഡലമാണ് കളമശ്ശേരി. അവിടെ 2 തവണ UDF ജയിച്ചെങ്കിൽ കഴിഞ്ഞ തവണ P. രാജീവ് അവിടെ LDF പിടിച്ചെടുത്തു. പറവൂർ VD സതീശന്റെ സീറ്റാണ്. അവിടെ തുടർച്ചയായി ജയിച്ചുകൊണ്ടിരിക്കുന്നത് VD സതീശൻ തന്നെയാണ്. ആ മണ്ഡലം നമുക്ക് കാണാം പൂർണ്ണമായും നീല നിറത്തിൽ തന്നെ കിടക്കുകയാണ്. അവിടെ UDF-ന്റെ വ്യക്തമായ മേൽക്കൈയുണ്ട്. ഇത്തവണയും UDF-ന് ആ തരത്തിലേക്ക് ടൈസൺ മാസ്റ്ററെ കൊണ്ടുവന്ന് മത്സരത്തിന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും VD സതീശനെ സംബന്ധിച്ച് അങ്ങനെ സ്വാഭാവികമായും കോൺഗ്രസും ഒന്നാമതായി പ്രതീക്ഷിക്കുന്ന മണ്ഡലം പറവൂർ തന്നെയാണ്. പറവൂരിൽ ആ വിജയം അവർ പ്രതീക്ഷിക്കും. വൈപ്പിലും പിന്നീട് രൂപം കൊണ്ട മണ്ഡലമാണ്. അവിടെയും LDF-നാണ് മേൽക്കൈയുള്ളത്. വൈപ്പിൽ മണ്ഡലത്തിൽ LDF-ന്റെ മേൽക്കൈയിൽ നിൽക്കുന്നു. അതിനുശേഷം എറണാകുളത്തിലെ കൊച്ചി മണ്ഡലവും രൂപം കൊണ്ടത് 2011-ലാണ്. അവിടെ UDF ആയിരുന്നു. അതിനുശേഷം LDF 2 തവണ അധികാരം പിടിക്കുന്നു. തൃപ്പൂണിത്തുറയിൽ ഒറ്റത്തവണ മാത്രമാണ് M. സ്വരാജ് K. ബാബുവിനെ പരാജയപ്പെടുത്തിയ ഒരു തവണ മാത്രമാണ് തൃപ്പൂണിത്തുറയിൽ. അവിടെ 2016-ൽ. പക്ഷേ 2021-ൽ K. ബാബു ആ മണ്ഡലം തിരിച്ചു പിടിച്ചു. അവിടെ UDF-ന് വ്യക്തമായ മേൽക്കൈയുള്ള മണ്ഡലമാണ് എറണാകുളം പൂർണ്ണമായും നീലയിൽ തന്നെ എല്ലാ കാലത്തും നിൽക്കുന്ന മണ്ഡലമാണ്. എറണാകുളത്തും UDF-ന് തന്നെയാണ് മേൽക്കൈ. തൃക്കാക്കരയും മണ്ഡല പുനർനിശ്ചയത്തിന് ശേഷം രൂപം കൊണ്ട മണ്ഡലമാണ്. അവിടെയും UDF-ന് വ്യക്തമായ മേൽക്കൈ ഉള്ളതാണ്. കുന്നത്തുകാട് UDF-ഉം LDF-ഉം UDF-ഉം വീണ്ടും LDF-ഉം ഒക്കെ വന്ന മണ്ഡലമാണ്. പിറവത്തെ സംബന്ധിച്ച് ഒരിക്കൽ മാത്രമാണ് LDF-ന് വന്നത്. പിറവം വീണ്ടും അനൂപ് ജേക്കബിന്റെ മണ്ഡലം ഒരു തവണ മാത്രമാണ് പരാജയം വന്നത്. പിന്നീട് വീണ്ടും UDF തന്നെ പിടിച്ചു നിൽക്കുന്ന മണ്ഡലമാണ് പിറവം. അങ്ങനെ UDF-ന് മേൽക്കൈ അവകാശപ്പെടാം. മൂവാറ്റുപുഴയിൽ UDF-ഉം LDF-ഉം ഒക്കെ മാറിയും തിരിഞ്ഞും വന്നിട്ടുള്ള മണ്ഡലമാണ്. കഴിഞ്ഞ തവണ മാത്യു കുഴൽനാടൻ വന്ന് മൂവാറ്റുപുഴ പിടിച്ചെടുക്കുന്നു. അങ്ങനെ മാത്യു കുഴൽനാടൻ കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട UDF നിരയിലെ കോൺഗ്രസ് നിരയിലെ മുഖ്യമന്ത്രിക്കൊക്കെ എതിരാളിയായി അല്ലെങ്കിൽ ആ തരത്തിലേക്കൊക്കെ വലിയ മാധ്യമ ശ്രദ്ധയൊക്കെ നേടിയ മാത്യു കുഴൽനാടിന്റെ നേതൃത്വത്തിൽ ഈ തവണയും മാത്യു കുഴൽനാടൻ തന്നെ മത്സരിക്കുന്നത്. കോതമംഗലം സീറ്റ് UDF-ഉം LDF-നും തുല്യമായി അവകാശപ്പെടാം. മട്ടാഞ്ചേരി, ഞാറക്കൽ, പള്ളുരുത്തി, വടക്കേക്കര ഈ 4 മണ്ഡലങ്ങളാണ് മറ്റ് മണ്ഡല പുനർനിർണ്ണയത്തിന് ശേഷം ഈ മണ്ഡലങ്ങൾ മറ്റ് മണ്ഡലങ്ങളുമായി ചേർന്ന് പുതിയ മണ്ഡലങ്ങളാവുന്ന ഈ 4 മണ്ഡലങ്ങൾ ഇല്ലാതെയാവുന്ന മണ്ഡലങ്ങളുടെ ചിത്രം ഏകദേശം 2001-ൽ അത് പൂർണ്ണമായി നമ്മൾ പറഞ്ഞു. 2001 എന്ന് പറഞ്ഞാൽ UDF-ന് ആ തരത്തിലേക്കുള്ള ഒരു വൻപിച്ച വിജയം ഉണ്ടായ 13-1 എന്ന തരത്തിലേക്കുള്ള വിജയം ഉണ്ടായ സ്ഥലമാണ്. ആ സമയത്താണ് അവർക്ക്. പക്ഷേ പിന്നീട് അവിടെ LDF ഒക്കെ വന്നിട്ടുണ്ട്. നമുക്കിനി ഒരു എറണാകുളം ജില്ലയുടെ ഒരു UDF-ന് ആകെ ഒരു പ്രതീക്ഷ നോക്കാം. പറവൂര്, എറണാകുളം, തൃക്കാക്കര, അങ്കമാലി, ആലുവ, പെരുമ്പാവൂർ, പിറവം, മൂവാറ്റുപുഴ ഈ 8 സീറ്റുകൾ ഉറപ്പായും UDF-ന്റെ അക്കൗണ്ടിൽ തന്നെ വരും. അതിന് യാതൊരു സംശയവുമില്ല എന്നാണ് UDF-ഉം കോൺഗ്രസും ഒരുപോലെ കണക്കാക്കുന്നത്. പിന്നെ അവർ സാധ്യത കാണുന്നത് മറ്റ് 6 മണ്ഡലങ്ങളിൽ കൂടി അവർ സാധ്യത കാണുന്നുണ്ട്. ആകെ 14 മണ്ഡലങ്ങളിൽ 8 മണ്ഡലങ്ങൾ UDF ഉറപ്പ് പറയുമ്പോൾ അവർ 6 മണ്ഡലങ്ങൾ കൂടി അങ്ങനെ 14 മണ്ഡലങ്ങളും അവർ സാധ്യത ഒരു ഭാഗ്യം കൂടി അല്പം ഒരു ഭാഗ്യം കൂടി തുണച്ചാൽ അല്ലെങ്കിൽ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിൽ കുന്നത്തുകാടും വൈപ്പിനും കളമശ്ശേരിയും കൊച്ചിയും തൃപ്പൂണിത്തുറയും കോതമംഗലം അടക്കം അവർക്ക് പിടിച്ചെടുക്കാൻ കഴിയും. അവിടെ ഒരു സമ്പൂർണ്ണ ആധിപത്യമാണ് UDF പ്രതീക്ഷിക്കുന്നത്. എന്തായാലും എത്ര കുറഞ്ഞാലും 8-ൽ താഴില്ല എന്ന് തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് വിലയിരുത്തൽ. ഇനി നമുക്ക് CPM-ന്റെയും LDF-ന്റെയും വിലയിരുത്തൽ നോക്കാം. CPM-നും LDF-നും പക്ഷേ എറണാകുളം ജില്ലയെ സംബന്ധിച്ച് അങ്ങനെ ഒരു 14-എന്നോ 10-എന്നോ ഉള്ള ഒരു വലിയ കണക്കൂട്ടലൊന്നുമില്ല. അവർ 4 സീറ്റിലാണ് ഉറപ്പ് കാണുന്നത്. കളമശ്ശേരി, വൈപ്പിൻ, കൊച്ചി, കോതമംഗലം ഈ 4 സീറ്റ് അവർ ഉറപ്പായി വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കുന്നത്താട്, തൃപ്പൂണിത്തുറയും കൂടി ജയിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ 6 സീറ്റുകളിലാണ് വിജയം LDF പ്രതീക്ഷിക്കുന്നത്. ഇനി NDA സംബന്ധിച്ച് NDA ഒരു കടുത്ത മത്സരം ഉണ്ടായാൽ ഒരു NDA തരംഗമോ അല്ലെങ്കിൽ ആ തരത്തിലേക്ക് ഏതെങ്കിലും ഒരു അട്ടിമറി സാധ്യത ഉണ്ടായാൽ മാത്രം വിജയിക്കാൻ കഴിയും എന്ന് മാത്രം അവരും പ്രതീക്ഷിക്കുന്നുള്ളൂ. പക്ഷേ അവർ പ്രതീക്ഷ വെക്കുന്ന ആകെ 2 മണ്ഡലങ്ങളാണ്. ത്രികോണ പോരാട്ടം നടക്കുന്ന കുന്നത്തുകാടും തൃപ്പൂണിത്തുറയും മാത്രമാണ് അങ്ങനെ ഒരു വിദൂര പ്രതീക്ഷയെങ്കിലും. അപ്പോഴും അവരാരും അങ്ങനെ ഉറപ്പ് എന്ന് പറയുന്നില്ല. പക്ഷേ ഒരു കടുത്ത മത്സരമുണ്ട്. കടുത്ത മത്സരത്തിലൂടെ ചിലപ്പോൾ കിട്ടിയേക്കാം. അത്തരം ഒരു മത്സരമാണ് കാണുന്നത് എറണാകുളം ജില്ല. നമുക്ക് ഇനി ഓരോ മുന്നണികളുടെ പ്രതീക്ഷകൾ അങ്ങനെ തന്നെ പരിശോധിക്കാം. എനിക്കൊപ്പം ഞങ്ങളുടെ എറണാകുളം ബ്യൂറോ ചീഫ് ഡാനി ഇപ്പോൾ കൂടി എനിക്കൊപ്പം ചേരുന്നുണ്ട്. ഡാനി, എത്രയോ 2.5 പതിറ്റാണ്ട് കാലമായി എറണാകുളത്ത് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഞങ്ങളുടെ ചാനലിലും അതിനു മുമ്പുള്ള മാധ്യമ സ്ഥാപനങ്ങളിലും ഒക്കെ എറണാകുളം ജില്ല റിപ്പോർട്ട് ചെയ്തിട്ടുള്ള എറണാകുളത്ത് എത്രയോ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ, നിയമസഭാ തെരഞ്ഞെടുപ്പുകളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള എറണാകുളം ജില്ലയെ സംബന്ധിച്ച് അത്രമേൽ ആധികാരികമായി അറിയാവുന്ന ഒരാൾ കൂടിയാണ് ഡാനി. നമുക്ക് 1 പറവൂര്, 2 എറണാകുളം, 3 തൃക്കാക്കര, 4 അങ്കമാലി, 5 ആലുവ, 6 പെരുമ്പാവൂർ, 7 പിറവം, 8 മൂവാറ്റുപുഴ ഈ 8 സീറ്റുകളിൽ UDF ഉറപ്പ് പറയുന്നു. ഈ 8 എടുത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിലൊരു അട്ടിമറി സാധ്യത കാണുന്നുണ്ടോ?
കിരൺ, ഇത് മധ്യകേരളത്തിൽ പറയുമ്പോൾ UDF-നെ കണ്ണടച്ച അവർക്ക് വിശ്വസിക്കാവുന്ന ഒരിടം എന്ന് പറയുന്ന ഒരു ജില്ല എന്ന് പറയുന്നത് എറണാകുളമാണ്. അതുകൊണ്ട് എറണാകുളത്തുനിന്ന് പരമാവധി സീറ്റുകൾ, കാരണം കഴിഞ്ഞ തവണത്തെ വലിയ തരംഗത്തിൽ പോലും അവർക്ക് ഈ 9 സീറ്റുകൾ അവർക്ക് പിടിച്ചു നിർത്താൻ കഴിഞ്ഞെങ്കിൽ ഇത്തവണ ഉണ്ടെന്ന് അവർ വിശ്വസിക്കുന്ന ഭരണവിരുദ്ധ വികാരം, അങ്ങനെയെങ്കിൽ കൂടുതൽ സീറ്റുകൾ നേടാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ അവർ നിലനിർത്തുന്നുണ്ട്. ഈ 8 സീറ്റുകളിലും പൂർണ്ണമായും വിജയിക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ കുറെ കൂടി ഇടങ്ങളിലേക്ക് ഇപ്പോൾ തൃപ്പൂണിത്തുറയിൽ ഒരു ശക്തമായ ഒരു മത്സരം നടക്കുന്നു എന്ന് തന്നെയാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. നമുക്ക് സാധ്യതയുള്ള മണ്ഡലങ്ങൾ പിന്നീട് എടുക്കാം. ഈ ഉറപ്പ് എന്ന് UDF-ഉം കോൺഗ്രസ് നേതൃത്വം പറയുന്ന 8 മണ്ഡലങ്ങൾ, ഈ പറവൂർ, എറണാകുളം, തൃക്കാക്കര, അങ്കമാലി, ആലുവ, പെരുമ്പാവൂർ, പിറവം, മൂവാറ്റുപുഴ, ഇതിലേതെങ്കിലും മണ്ഡലത്തിൽ, മൂവാറ്റുപുഴയിലൊക്കെ ചിലപ്പോൾ LDF-ഉം ഒരു സാധ്യത കാണുന്ന മണ്ഡലമാണ്, ഇതിലേതെങ്കിലും മണ്ഡലത്തിൽ UDF-ന്റെ ഈ പ്രതീക്ഷയ്ക്ക് ഒരു വിള്ളൽ വീഴാൻ അല്ലെങ്കിൽ ഒരു അട്ടിമറി ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? വളരെ കുറവാണ് കിരൺ. ഈ മണ്ഡലങ്ങൾ അവർക്ക് UDF-നൊപ്പം നിൽക്കുന്ന ഒരു ഇടങ്ങൾ തന്നെയാണ്. ഇവിടെ ഒരു അട്ടിമറിയിലേക്ക് നീങ്ങാനുള്ള ഒരു സാധ്യതകൾ, വളരെ കുറച്ച സാധ്യതകൾ മാത്രമാണ് ഇവിടങ്ങളിൽ ഉള്ളത്. കാരണം അവർക്ക് എല്ലാ സമയത്തും UDF-നെ വിശ്വസിക്കാവുന്ന ആവർത്തിച്ച വിജയങ്ങൾ, വൻ വിജയങ്ങൾ നേടിക്കൊടുത്ത ഇടങ്ങൾ തന്നെയാണ് ഇതെല്ലാം. ഇവിടെ പക്ഷേ ചിലയിടങ്ങളിലെങ്കിൽ ഇത്തവണ ഈ പറവൂരിൽ ഒരു ശക്തമായ മത്സരം നടന്നു എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. എങ്കിൽ പോലും അതൊന്നും പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു തേരോട്ടത്തെ തടഞ്ഞു നിർത്താൻ കഴിയുന്ന രീതിയിലുള്ളതല്ല എന്ന് തന്നെ എതിരാളികൾ സമ്മതിക്കുന്നു. അതുകൊണ്ട് ഈ 8 ഇടങ്ങളിലെല്ലാം തന്നെ അവർക്ക് മണ്ഡലം നിലനിർത്തി പോകാൻ കഴിയുന്ന, UDF-ന് മണ്ഡലം നിലനിർത്താൻ കഴിയുന്ന ഇടങ്ങൾ തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മറ്റിടങ്ങളിലേക്കാണ് പിന്നീടുള്ള ഈ 8 ഇടങ്ങളിലും പറവൂരിൽ VD സതീശൻ, എറണാകുളത്ത് TJ വിനോദ്, തൃക്കാക്കരയിൽ ഉമാ തോമസ്, അങ്കമാലിയിൽ റോജി എം ജോൺ, ആലുവയിൽ അൻവർ സാദത്ത്, പെരുമ്പാവൂരിൽ മനോജ് മുത്തേടൻ, പിറവത്ത് അനൂപ് ജേക്കബ്, മൂവാറ്റുപുഴയിൽ മാത്യു കുഴലാണ്. ഇനി വരുന്ന സാധ്യത കാണുന്ന മണ്ഡലങ്ങൾ, അവർ 6 മണ്ഡലങ്ങൾ സാധ്യത കാണുന്നു. ഒന്നാമത്തെ മണ്ഡലമായി സാധ്യത കാണുന്നത് കുന്നത്തുകാടിനാണ്. PV ശ്രീനിധരനും VP സജീന്ദ്രനും മത്സരിക്കുന്ന കുന്നത്തുകാടിനെ സംബന്ധിച്ച് ഒരു ത്രികോണ പോരാട്ടം എന്ന് വേണമെങ്കിൽ കൂടി പറയാൻ കഴിയുന്ന NDA കൂടി പ്രതീക്ഷ കാണുന്ന ഒരു മണ്ഡലമാണ്. രണ്ടുപേരും സിറ്റിംഗ് MLA-യും മുൻ MLA-യും തന്നെയാണ് മത്സരിക്കുന്നത് എന്നുകൂടി പറയേണ്ടി വരും. ഈ കുന്നത്തുകാടിൽ ഈ ശ്രീനിധരനും അതോടൊപ്പം തന്നെ VP സജീന്ദ്രനും തമ്മിലുള്ള മത്സരം, ഈ കുന്നത്തുകാടിന്റെ ഒരു സാധ്യത എത്രത്തോളമാണ്? കിരൺ, കുന്നത്തുനാട് ശക്തമായ ത്രികോണ മത്സരം നടന്ന ഇടം എന്നതുകൂടി അതിനപ്പുറത്തേക്ക് അടയാളപ്പെടുത്തേണ്ടത് ഇത്തവണ NDA-യുടെ ഒരു സംഘം ചേർന്നുകൊണ്ട് 2020-യുടെ ഭാഗമാകുന്നു. അതുകൊണ്ട് ആ രീതിയിലേക്കുള്ള ഒരു വോട്ട്സ് അവിടെ വിഭജിച്ച് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം 2020-യുടെ നിലയുള്ള ഒരു വോട്ടുകൾ ഒരു പരമ്പരാഗത രീതിയിലെന്ന് പറയാവോ, ആ രീതിയിലുള്ള കുറേ വോട്ടുകളെങ്കിലും UDF-ലേക്ക് പോകും. കാരണം അവരൊരു രാഷ്ട്രീയം മാറിയതുകൊണ്ട്, അവരൊരു നിറം സ്വരവുമെല്ലാം മാറിയതുകൊണ്ട് കുറേ വോട്ടുകളെല്ലാം UDF-ലേക്ക് പോകുന്നതുകൊണ്ട് UDF-ൻ്റെ ഒരു സാധ്യത വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. അതോടൊപ്പം നിലവിൽ അവിടെ ഒരു അടിയൊഴുക്ക് ശക്തമാണ്. ആ രീതിയിൽ അത് കരുതപ്പെടുന്നുണ്ട്. കാരണം 2020-യുടെ കുറച്ച് വോട്ടുകളെങ്കിലും ഈ രീതിയിലേക്ക് ഒരു ക്രോസ് വോട്ട് എന്ന രീതിയിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. മണ്ഡലം നിലനിർത്താൻ കഴിയുമെന്ന പ്രതീക്ഷ ഇടതുമുന്നണിക്കുണ്ടെങ്കിൽ കൂടിയും ഈ 2 സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല. അത് UDF-ന്റെ ഒരു വിജയ സാധ്യതകളിലേക്ക് തന്നെയാണ് അത് വിരൽ ചൂണ്ടുന്നത്. ശക്തമായ ത്രികോണ മത്സരം എന്നെല്ലാം പറയുമ്പോഴും അതിനിടയിൽ നേടിയെടുക്കാൻ കഴിയുന്നത് UDF-ന് ആയിരിക്കും ഒരു എഡ്ജ് എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ ഡാനി, അടുത്തത് വൈപ്പിൻ മണ്ഡലമാണ്. വൈപ്പിൻ മണ്ഡലത്തിൽ ടോണി ചമ്മണിയെ പോലെ വോട്ട് വാങ്ങാൻ ശേഷിയുള്ള ഒരു നേതാവ് എത്തുമ്പോൾ, ജനപ്രിയ നേതാവാണ്, അങ്ങനെ ഒരാൾ എത്തുമ്പോൾ വൈപ്പിനിൽ അവർ സാധ്യത കാണുന്നുണ്ട്. അത് എത്രത്തോളമാണ്? വൈപ്പിനിലെ മുൻ MLA അവിടുന്ന് മാറ്റിയൊക്കെയാണ് മത്സരിക്കുന്നത്. അത് എങ്ങനെയാണ് UDF-നും LDF-നും കാണുന്ന സാധ്യത? രണ്ടുപേരും, അതായത് ഇടതുമുന്നണിയുടെയും അതോടൊപ്പം തന്നെ UDF-നും എല്ലാം തന്നെ പുതിയ സ്ഥാനാർത്ഥികളാണ് വൈപ്പിനിലേക്ക് മത്സരിക്കാനെത്തുന്നത്. MP ഷൈനി എന്ന് പറയുന്നത് വൈപ്പിൻകരക്കാരിയാണ്. ഏതായാലും ഇപ്പുറത്തുനിന്ന് കൊച്ചിയിൽ നിന്നാണ് ടോണി ചമ്മണി എത്തുന്നത്. മുൻ മേയറൊക്കെ തന്നെയാണ്. പക്ഷേ ഇവിടെ ചില സമവാക്യങ്ങളുണ്ട്. കാരണം ഇത്തവണ ഒന്ന് മാറ്റി പരീക്ഷിക്കുന്നുണ്ട് ഒരു ചേരുവ എന്ന് പറയുന്നത്. ഇത്തവണ ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിൽ നിന്നൊരു പരിഗണന നൽകിയിട്ടുണ്ട്. ടോണി ചമ്മണി സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു. നേരത്തെ അവിടെ ഈഴവ, ധീവര ആ രീതിയിലുള്ളൊരു കോംബോയാണ് പരീക്ഷിച്ചതെങ്കിലും ഇത്തവണ അതിൽ നിന്ന് മാറി നിന്നുകൊണ്ടാണ് ചെറു പരീക്ഷണം നടത്താനായിട്ട് UDF കോൺഗ്രസും തീരുമാനിച്ചത്. അത് ചില ധാരണകളുടെ പേരിലാണ്. പ്രത്യേകിച്ച് കൊച്ചി അടക്കമുള്ള സ്ഥലങ്ങളിൽ ലത്തീൻ സമുദായമായി ഉണ്ടാക്കുന്ന ചില ധാരണകളുടെ പേരിൽ തന്നെയാണ്. അങ്ങനെയെങ്കിൽ അവിടെ അത് ക്ലിക്കാവുകയാണെങ്കിൽ ഇത്തവണ ടോണി ചമ്മണിക്ക് ഒരു സാധ്യത അവിടെ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ടോണി ചമ്മണി എന്ന് പറയുന്നത്. ഡാനി, നമുക്ക് കളമശ്ശേരിയിലേക്ക്, കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് കളമശ്ശേരി. P രാജീവ് അവിടെ മത്സരിക്കുന്നു. P രാജീവിനെ വീഴ്ത്തും എന്ന ഉറച്ച നിലപാടിൽ നിൽക്കുകയാണ് UDF. പക്ഷേ P രാജീവിന്റെ മണ്ഡലം LDF ആണെങ്കിൽ ഉറപ്പായി തന്നെ ആദ്യം കാണുന്ന മണ്ഡലം തന്നെയാണ്. അവിടെ എങ്ങനെയാണ് കളമശ്ശേരിയിൽ
UDF സാധ്യത കാണുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? കളമശ്ശേരിയിൽ ശക്തമായ മത്സരം നടന്നിടമാണ്. ആദ്യഘട്ടത്തിൽ കരുതിയത് ഒരു വലിയ അപ്രമാദിത്വം പി രാജീവിനുണ്ട് എന്ന രീതിയിൽ തന്നെ ഒരു വിലയിരുത്തൽ, ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുക. ഇപ്പോഴും ഇടതുമുന്നണിയുടെ വിലയിരുത്തലും അത് തന്നെയാണ്. പക്ഷേ ഏറ്റവും ഒടുവിൽ ക്യാമ്പയിൻ വളരെ ശക്തമായൊരു സാഹചര്യം കൂടിയുണ്ട്. കാരണം ഓരോ ഇടങ്ങളിലേക്കും അതിശക്തമായിട്ട് തന്നെ കടന്നു ചെല്ലാൻ UDF കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. നേരത്തെ അവിടെ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ പരിഗണിക്കപ്പെട്ടൊരിടമായിരുന്നു. പക്ഷേ ലീഗ് തന്നെ ആ സീറ്റ് തങ്ങൾക്ക് വേണം, തങ്ങൾക്ക് അവിടെ കരുത്ത് തെളിയിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന രീതിയിൽ എല്ലാം തന്നെ വന്നു. ഇത്തവണ ആ രീതിയിലേക്കുള്ളൊരു പ്രചാരണങ്ങളിലേക്ക് വളരെ അവസാന ഘട്ടത്തിലേക്ക് അവർ എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് അവർ വിലയിരുത്തപ്പെടുന്നത്. ഒരു 3000-നും 5000-നും ഇടയിൽ തങ്ങൾക്ക് വോട്ട് ഒരു മേധാവിത്വം നേടിക്കൊണ്ട് വിജയിക്കാൻ കഴിയുമെന്നാണ് UDFന്റെ ഒരു കണക്കുകൂട്ടലും വിശ്വാസവും അത് തന്നെയാണ്. എന്തായാലും വളരെ ശക്തമായ ഒരു മത്സരമാണ്. പി രാജീവാണ്, മന്ത്രിയാണ് എതിർ സ്ഥാനത്തുള്ളത്. ശക്തമായ വിശ്വാസം ഇടതുമുന്നണിക്കുണ്ട്. എങ്കിലും അതിനെ മറികടന്നുകൊണ്ട് ഒരു ചെറിയ വോട്ടിംഗ് ഷെയറിലെങ്കിലും തങ്ങൾക്ക് മുന്നിലെത്താൻ കഴിയുമെന്ന് UDF കണക്കുകൂട്ടുന്നൊരിടം കൂടിയാണ്. ഒരു അട്ടിമറി അവിടെ കഴിയുമെന്നൊരു വിശ്വാസമാണ് UDFിനുള്ളത്. കൊച്ചിയെ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവിന് ഏറ്റവും പ്രിയപ്പെട്ട നേതാവ് എന്നൊക്കെ പറയുന്ന മുഹമ്മദ് ഷിയാസ് മത്സരിക്കുന്ന മണ്ഡലം, അവിടെ മത്സരിക്കുന്നു. KJ മാക്സിയാണ് എതിരാളിയായി നിൽക്കുന്നത്. KJ മാക്സി കൊച്ചിയിൽ കഴിഞ്ഞ തവണ ഒരു അട്ടിമറി വിജയം എന്നൊക്കെ പറയാവുന്ന തരത്തിലേക്ക് കൊച്ചി പിടിച്ചെടുത്ത ഇടതുപക്ഷത്തെ നേതാവാണ്, ജനകീയനായ നേതാവാണ്. അതുപോലെ തന്നെ അവിടുത്തെ ഏറ്റവും കോൺഗ്രസിന്റെ അഗ്രസീവായ നേതാവായ മുഹമ്മദ് ഷിയാസ്, അതും കേരളം ഉറ്റുനോക്കുന്നതിന് മത്സരമാണ്. രണ്ടുപേരും ഉറപ്പായും സാധ്യത കാണുന്നു. LDF പറയുന്നത് കൊച്ചി ഉറപ്പായും LDF തന്നെയെന്ന്, UDF അത് ഉറപ്പായും മത്സരം വിജയിക്കുമെന്നും കാണുന്നു. അവിടെ എങ്ങനെയാണ് ഈ ഇരുമുന്നണികളുടെ സാധ്യത? കിരൺ, കഴിഞ്ഞ 2 ടൈമുകളിലായിട്ട് മാക്സി അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. അതിശക്തമായ രീതിയിൽ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന ഏറ്റവും ബൃഹത്തായ ഒരു പ്രൊജക്റ്റ്, വലിയ പദ്ധതി, ജനോപകരമായ, തൊട്ട് കാണിക്കാൻ പറ്റുന്ന, അടയാളപ്പെടുത്താൻ പറ്റുന്ന പദ്ധതി, അത് കടൽഭിത്തിയാണ്. ടെട്രാപോഡ് കടൽഭിത്തിയുടെ നിർമ്മാണത്തിൽ വലിയ ഒരു ഏതാണ്ട് 400 കോടി രൂപയുടെ ഒന്ന് നടപ്പാക്കി കഴിഞ്ഞു. അടുത്തത് അത് നടപ്പാക്കുന്നു. അങ്ങനെ ആ തീരമേഖല ഒന്നിച്ച് നിർത്താൻ കഴിഞ്ഞു എന്നതിൻ്റെ ഒരു ആത്മവിശ്വാസം ഇടതുമുന്നണിക്കുണ്ട്. അത് വോട്ടായി മാറുമെന്ന് പറയുന്നു. പക്ഷേ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ആ കണക്കുകൂട്ടലിൽ കുറച്ചെങ്കിലും തെറ്റിയിട്ടുണ്ട്. എങ്കിൽ കൂടിയും ഇത്തവണ ഉറപ്പിച്ചു നിർത്താൻ കഴിയുമെന്ന് പറയുന്നത് ലത്തീൻ സമുദായം ഏതാണ്ട് 1.5 ലക്ഷത്തോളം വരുന്ന വോട്ട് ഷെയർ അവർക്ക് മാത്രം അവകാശപ്പെടാൻ അവിടെയുണ്ട്. അപ്പോൾ അത് തങ്ങൾക്കൊപ്പം എന്നൊരു വിശ്വാസം ഇടതുമുന്നണിക്കല്ല, KJ മാക്സിയുടെ ഒരു വ്യക്തിപരമായ ബന്ധങ്ങൾ കൂടി അവിടെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പക്ഷേ അവിടേക്ക് മുഹമ്മദ് ഷിയാസ് കടന്നു വരുമ്പോൾ മുഹമ്മദ് ഷിയാസിനെ വെറുതെ അങ്ങ് ഇട്ടുകൊടുക്കില്ല. നേരത്തെ കിരൺ സൂചിപ്പിച്ചതുപോലെ ഒരു മനസാക്ഷി, VD സതീശൻ്റെ മനസാക്ഷി എന്ന് പറയുന്ന ഒരാളാണ് DCC പ്രസിഡന്റ് പണിയെടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഇതിനകം തന്നെ ലത്തീൻ സഭാ സമുദായ നേതൃത്വവുമായി എല്ലാം ഒരു സമവായി ഇട്ടുകൊണ്ട് അവിടേക്കൊരു പാലം പണിയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ അവർ കരുതപ്പെടുന്നു. അങ്ങനെയെങ്കിൽ കുറച്ച് വോട്ടുകൾ ആ ഭാഗത്തുനിന്ന് ഉറപ്പിച്ചു നിർത്താൻ കഴിയുന്നുണ്ടെങ്കിൽ അവിടെ ഒരു അട്ടിമറി വിജയത്തിലേക്ക് പോകാൻ കഴിയും എന്ന് തന്നെയാണ്. വലിയ രീതിയിലുള്ള മത്സരം നടന്നിടമാണ്, വലിയ വാഗ്വാദങ്ങൾ നടന്നൊരിടമാണ്. അതുകൊണ്ട് ലത്തീൻ സമുദായത്തിന് ഉറപ്പിച്ചുകൊണ്ട് കൊച്ചി പിടിക്കാൻ കഴിയുമെന്നാണ് UDF കരുതുന്നത്. സമുദായത്തിന്റെ വോട്ട് എങ്ങോട്ട് പോകുന്നു എന്നതുകൂടി കൊച്ചിയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമാണ്. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം തൃപ്പൂണിത്തുറയാണ്. K. ബാബു ദീർഘകാലം MLA ആയിരുന്ന K. ബാബുവിന്റെ സ്വന്തമായിരുന്ന മണ്ഡലം. M. സ്വരാജ് വന്ന് പിടിച്ചെടുത്ത മണ്ഡലം. അത് തൃപ്പൂണിത്തുറയിലെ മുൻ ചിത്രങ്ങൾ കൂടി നോക്കേണ്ടതുണ്ട്. 2011 തൃപ്പൂണിത്തുറയിൽ UDFൽ 69,856 വോട്ടുകളോടെ 15,778 ഭൂരിപക്ഷത്തിൽ K. ബാബു വിജയിക്കുന്നു. 2016 എത്തുമ്പോൾ 4,467 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ M. സ്വരാജ് വന്ന CPMന്റെ യുവ നേതാവ് M. സ്വരാജ് K. ബാബു എന്ന കോൺഗ്രസിന്റെ ഒരിക്കലും പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞ അതികായനെ പരാജയപ്പെടുത്തി തൃപ്പൂണിത്തുറ സീറ്റ് പിടിച്ചെടുക്കുന്നു. അവിടെ ഒരു പ്രത്യേകതയുണ്ട്. 29,843 വോട്ട് അന്ന് തുറവൂർ വിശ്വംഭരൻ എന്ന നേതാവ് 29,843 വോട്ട് നേടുന്നു. 4,942 വോട്ട് മാത്രം നേടിയിരുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് 29,000 വോട്ടിലേക്ക് വോട്ട് തുറവൂർ വിശ്വംഭരന്റെ വ്യക്തിപരമായ സ്വാധീനം അടക്കം ഉപയോഗിച്ചുകൊണ്ട് ആ വോട്ട് വർദ്ധിക്കുന്നു. ആ വോട്ട് വർധനയാണ് യഥാർത്ഥത്തിൽ അന്ന് K. ബാബുവിനെ വീഴ്ത്തിയത്. രണ്ടാം തവണ KS രാധാകൃഷ്ണൻ മത്സരിക്കുമ്പോൾ 2021 K. ബാബു വീണ്ടും തൃപ്പൂണിത്തുറയിൽ M. സ്വരാജിനെ തന്നെ പരാജയപ്പെടുത്തിക്കൊണ്ട് മണ്ഡലം തിരിച്ചുപിടിക്കുന്നു. അത് 992 വോട്ടിന് മാത്രമായിരുന്നു ആ വിജയം. പക്ഷേ അപ്പോഴും ഈ 29,000 എന്നത് 23,000 കുറയ്ക്കാൻ K. ബാബുവിന് കഴിഞ്ഞു. അവിടെ ഒരു വലിയ കുതിച്ചാട്ടം, യഥാർത്ഥത്തിൽ NDA സംബന്ധിച്ച് അങ്ങനെ ഒരു കുതിച്ചാട്ടം അവിടെ ഉണ്ടാക്കിയ ഒരു മണ്ഡലം കൂടിയാണ് തൃപ്പൂണിത്തുറ. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണയും തൃപ്പൂണിത്തുറയിൽ അങ്ങനെ ഒരു മത്സരം NDAയും പ്രതീക്ഷിക്കുന്നുണ്ട്. തൃപ്പൂണിത്തുറയിൽ ഇപ്പോൾ ഒരു 2 കൂട്ടരും ഒരുപോലെ സാധ്യത കാണും. തൃപ്പൂണിത്തുറയിൽ എങ്ങനെയാണ് രാഷ്ട്രീയ അവസ്ഥ?
കിരൺ, അതിൽ തൃപ്പൂണിത്തുറയെക്കുറിച്ച് ഒരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്. തൃപ്പൂണിത്തുറ നഗരസഭ ജില്ലയിൽ ഏക ഒരു നഗരസഭ BJP പിടിച്ച, അല്ലെങ്കിൽ സംസ്ഥാനത്തെ എണ്ണപ്പെട്ട നഗരസഭകൾ പിടിച്ചാൽ ഒരെണ്ണം എന്ന് പറയുന്നത് തൃപ്പൂണിത്തുറയാണ്. പക്ഷേ ആ തൃപ്പൂണിത്തുറ നഗരസഭയിൽ BJP ആ സീറ്റ് നൽകിയിരിക്കുന്നത് 2020 എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. വലിയ രീതിയിലൊരു ആശയക്കുഴപ്പം BJP അണികൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ അത് പറഞ്ഞു തീർത്താണ് പിന്നീട് മത്സരത്തിലേക്ക് വരുന്നത്. വലിയ രീതിയിൽ ത്രികോണ മത്സരം നടന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരിടം കൂടിയാണ്. പക്ഷേ അവിടെ കുറച്ചുകൂടി ഒരു എഡ്ജിലേക്ക് വൈപ്പിൽ നിന്ന് വന്ന വൈപ്പിൻ സിറ്റിംഗ് MLA ആയിരുന്ന KN ഉണ്ണികൃഷ്ണൻ നേടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന പൊതുവിലയിരുത്തലുണ്ട്. അത് UDFന്റെ ഒരു സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കാൻ തങ്ങൾക്ക് കഴിയുമെങ്കിൽ അത് തൃപ്പൂണിത്തുറയാകുമെന്ന് തന്നെയാണ് ഇടതുമുന്നണി കണക്ക് കൂട്ടുന്നത്. കാരണം ഒരു സ്ഥാനാർത്ഥിയുടെ ഒരു മികവും സംഘടനാ പാഠവും അതോടൊപ്പം തന്നെ പാർട്ടിയുടെ ഒരു കെട്ടുറപ്പും എല്ലാം തന്നെയും കൂടുതൽ വോട്ടുകൾ തങ്ങളിലേക്ക് വരാൻ സാധിച്ചിട്ടുണ്ട്. അവിടെ BJP ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് മത്സരം മുറുകുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഗുണവശം ഉണ്ടാകുന്നത് ഇടതുമുന്നണിക്ക് തന്നെയായിരിക്കുമെന്ന് കരുതപ്പെടുന്നു. അങ്ങനെയെങ്കിൽ ഇപ്പോൾ UDFന്റെ സ്ഥാനാർത്ഥിയായ കൊച്ചിയുടെ ഡെപ്യൂട്ടി മേയറായ ദീപക് ജോയിയെ പരാജയപ്പെടുത്താനായിട്ട് കഴിയുമെന്ന് തന്നെയാണ് ഇടതുമുന്നണി കണക്ക് കൂട്ടുന്നത്. ഈ അവിടെ ചോദിക്കുമ്പോൾ ഈ സാധാരണഗതിയിൽ തൃപ്പൂണിത്തുറയെ സംബന്ധിച്ചിടത്തോളം ഒരു ജാതി സമവാക്യമൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലം കൂടിയാണ്. അങ്ങനെയൊക്കെ മണ്ഡലം പരിഗണിക്കുന്ന മണ്ഡലം കൂടിയാണ്. M. ലിജുവിനെ പോലെ ഒരു സ്ഥാനാർത്ഥി ആദ്യം പരിഗണിക്കുകയും പിന്നീട് VD സതീശൻ അവിടെ നിന്ന് അതല്ല ദീപക് ജോയി തന്നെ മത്സരിക്കണമെന്നുള്ള നിലപാട് സ്വീകരിക്കുകയും ഒക്കെ ചെയ്ത് വലിയ തർക്കം കോൺഗ്രസിലുണ്ടായതാണ്. അത്തരം ഒരു ജാതി സമവാക്യം ഈ മണ്ഡലത്തിലെ വോട്ടിനെ മുൻകാലങ്ങളിലൊക്കെ അത് ബാധിച്ചിട്ടുണ്ട്. അത് ഈ വർഷവും ബാധിക്കാൻ സാധ്യതയുണ്ട്. CPM അത് കണ്ടാണല്ലോ ഉണ്ണികൃഷ്ണനെ അങ്ങോട്ട് കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്നത്. തീർച്ചയായും ആ ഒരു പ്ലേസ്മെൻറ്റ് അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ആ രീതിയിലേക്ക് മുന്നോട്ട് പോവുകയും ചെയ്തത്. പ്രത്യേകിച്ച് ഈ രീതിയിലേക്ക് ലിജുവിന് അവിടേക്ക് M. ലിജുവിൻ്റെ പേര് വളരെ സജീവമായി പരിഗണിച്ചിരുന്ന ഇടമാണ്. പക്ഷേ ചില കോൺഗ്രസിനകത്തുണ്ടായ ചില തർക്കങ്ങൾ, ചില കാര്യങ്ങൾ, അതുകൊണ്ട് ലിജുവിൻ്റെ പേര് അവസാന നിമിഷത്തിലേക്ക് വെട്ടുന്നു. പിന്നീട് K. ബാബു നിർദ്ദേശിക്കപ്പെടുകയോ അല്ലെങ്കിൽ K. ബാബുവിനെ നിർബന്ധിതമായി നിർദ്ദേശിക്കാൻ നിയോഗിക്കപ്പെട്ടതായ ഒരു പേരായിരുന്നു ദീപക് ജോയിയുടെ ഒരു പേര്. ദീപക് ജോയി കഴിഞ്ഞ തവണ വൈപ്പിൽ മത്സരിച്ചെങ്കിലും ദയനീയമായി പരാജയപ്പെട്ട ദീപക് ജോയിയാണ് വീണ്ടും ഇവിടെ തൃപ്പൂണിത്തുറയിലേക്ക് നിയോഗിക്കപ്പെട്ടത്. അത് തന്നെ പലരും തന്നെ കോൺഗ്രസിനകത്ത് ചൂണ്ടിക്കാണിക്കപ്പെടുകയും ചെയ്തതാണ്. ഏതായാലും ദീപക് ജോയ് അവിടേക്ക് സ്ഥാനാർത്ഥിയായിട്ട് വരുന്നുണ്ട്. ചില ജാതി സമവാക്യങ്ങൾ കൂടി ചേർത്തുകൊണ്ടാണ് ദീപക് ജോയെ പരിഗണിക്കപ്പെടുകയും ചെയ്യുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് മുന്നോട്ട് പോകാനായിട്ട് ഇടതുമുന്നണിക്ക് കഴിയുമെന്ന് തന്നെയാണ്. ഈ ഒരു ആശയക്കുഴപ്പവും കാര്യങ്ങളുമെല്ലാം മുതലെടുക്കാൻ കഴിയുമെങ്കിൽ തങ്ങളുടെ വോട്ട് ഒരു കൃത്യമായ അക്കൗണ്ടിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ തൃപ്പൂണിത്തുറയിൽ ഒരു അട്ടിമറി വിജയം, അതായത് സീറ്റ് പഴയതുപോലെ തങ്ങളുടെ ഒരു അപ്രമാദിത്വം ഉണ്ടായിരുന്ന ഒരു കാലത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ KN ഉണ്ണികൃഷ്ണൻ കഴിയുമെന്ന് തന്നെയാണ് ഇടതുമുന്നണി കണക്ക് കൂട്ടുന്നത്. കിരൺ, ശരി. അപ്പോൾ നമുക്ക് ഈ എറണാകുളം ജില്ലയെ സംബന്ധിച്ച് ചിലയിടത്തെങ്കിലും ത്രികോണ മത്സരങ്ങൾ നടക്കുന്ന ഒരു മണ്ഡലമാണ്. പ്രത്യേകിച്ച് 2020 പോലെ എറണാകുളത്ത് പലരുടെയും ജയം മട്ടിമറിച്ച ഒരു പ്രധാനപ്പെട്ട പാർട്ടി ഇത്തവണ NDAയിലേക്ക് എത്തുന്നു. NDAയിലേക്ക് എത്തുമ്പോൾ 2020യുടെ ശക്തി കൂടും. NDAയും BJPയും 2020യും ചേർന്ന് ശക്തി കൂടുമോ അതോ ശക്തി കുറയുമോ എന്നുള്ള വലിയ സംവാദങ്ങളൊക്കെ ഇപ്പോഴും നടക്കുകയാണ്. ഈ കുന്നത്താട് തൃപ്പൂണിത്തുറയുമാണ് അവർ രണ്ടുപേർ കടുത്ത മത്സരം നടന്ന് ഒരു വിദൂരമായ രീതിയിലെങ്കിലും ഒരു വിജയസാധ്യത കാണുന്നത്. ഇതിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും മണ്ഡലത്തിൽ ഈ കുന്നത്താടിനും തൃപ്പൂണിത്തുറയ്ക്കും അപ്പുറം മറ്റേതെങ്കിലും മണ്ഡലത്തിൽ അല്ലെങ്കിൽ ഇവിടെ രണ്ടാം സ്ഥാനത്തേക്കെങ്കിലും ഉയർത്താൻ സാധ്യതയുണ്ടോ? അതിനപ്പുറം മറ്റേതെങ്കിലും മണ്ഡലങ്ങൾ NDAയിൽ പ്രതീക്ഷ കാണുന്നുണ്ടോ? കിരൺ, അങ്ങനെ ഒരു രണ്ടാം സ്ഥാനത്തേക്ക് എത്തുന്ന രീതിയിലേക്കുള്ളൊരു ശക്തമായ ഒരു പ്രകടനം ഈ രണ്ടിടങ്ങളിലും മത്സരം മികവുറ്റതാണെങ്കിൽ കൂടിയും രണ്ടാം സ്ഥാനത്തേക്ക് എത്താൻ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം കഴിഞ്ഞ തവണ കുന്നത്തുനാട് ശക്തമായ ഒരു മത്സരം കാഴ്ചവെച്ചെങ്കിലും ആ രീതിയിലേക്ക് ഒരു ഫിനിഷ് ചെയ്യാനായിട്ട് 2020ക്ക് കഴിഞ്ഞിട്ടില്ല. 2020 NDAയുമായിട്ട് ചേരുമ്പോൾ അതിൽ ഉണ്ടാകുന്ന ഒരു വോട്ടുകളുടെ ഒരു ക്ഷീണം സ്വാഭാവികമായി ഉണ്ടാകുന്നുണ്ട്. എല്ലാവരും 2020 + NDA എന്ന രീതിയിലേക്ക് വെറുതെ അങ്ങ് കണക്ക് കൂട്ടിയിട്ട് കാര്യമില്ല. ആളുകളുടെ ഒരു മനസ്ഥിതി കൂടി അതിൻ്റെ ആശയങ്ങളിൽ എത്രത്തോളം ഉണ്ട് എന്നതുകൂടി ആളുകൾ കൂടി ഒപ്പമുണ്ട് എന്നതുകൂടി ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനെ അതിൻ്റെ വോട്ട് ഷെയർ കാണാനായിട്ട് സാധിക്കും. തീർച്ചയായും അതിൻ്റെ ഒരു ഉരകല്ല ഈ തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും. ഇതോടൊപ്പം ഈ രണ്ട് മണ്ഡലങ്ങൾക്കൊപ്പമാണ് തൃക്കാക്കരയിൽ അഖിൽ മത്സരിച്ച മണ്ഡലം. തൃക്കാക്കരയിലും ശക്തമായ രീതിയിൽ തന്നെയാണ്. ഈ ഒരു 2-3 ഇടങ്ങളിൽ മാത്രമായിരുന്നു ജില്ലയിൽ ഒരു ശക്തമായ ഒരു മത്സരം. നമുക്ക് എനിക്ക് തോന്നുന്നു നമുക്ക് ഈ തരത്തിൽ ചുരുക്കാൻ കഴിയുമെന്ന്. UDFന് തന്നെയാണ് എറണാകുളം ജില്ലയിൽ വ്യക്തമായ മേൽക്കൈയുള്ളത്. UDFന് തന്നെയാണ് വലിയ പ്രതീക്ഷ ഇപ്പോഴും ഉള്ളത്. എന്തായാലും UDF 8 സീറ്റ് ഉറപ്പായി വിജയിക്കും എന്ന് കാണുന്നു. പിന്നീട് ഒരു 6 സീറ്റുകൾ കൂടി അവർ സാധ്യത കാണുന്നു. 14 സീറ്റുകളിലെ 6 സീറ്റുകൾ, പെട്ടുവാറും 14 സീറ്റുകളിലും അവർ വിജയ സാധ്യത കാണുന്നുണ്ട്. അതിൽ 8 സീറ്റ് എന്തായാലും ലഭിക്കും. 8+ ആയിരിക്കും UDFൻ്റേത് എന്നതാണ് UDFൻ്റെ ഒരു കണക്കും കോൺഗ്രസിൻ്റെ കണക്കും ഒക്കെ ചേരുമ്പോഴും. ഇനി LDFൻ്റെ കണക്ക് ചേർത്താലും ആ 8+ എന്നുള്ള കാര്യത്തിൽ അല്ലെങ്കിൽ 8 മിനിമം എന്ന
എന്ന തരത്തിലേക്ക് നമുക്ക് വേണമെങ്കിൽ കണക്കൂട്ടാം. ഏത് തിരിച്ചടി ഉണ്ടായാൽ പോലും 8 സീറ്റുകൾ UDF ലഭിക്കുമെന്നുള്ളത്. LDF-നെ സംബന്ധിച്ച് ഉറപ്പ് സീറ്റ് 4 സീറ്റുകൾ മാത്രമാണ് കാണുന്നത്. പരമാവധി 6 സീറ്റുകളിൽ കഴിഞ്ഞ തവണ 5 എന്നതിൽ നിന്ന് ചിലപ്പോൾ 1 സീറ്റ് കൂടി വർദ്ധിപ്പിക്കാൻ പരമാവധി കഴിഞ്ഞേക്കും. അതിനപ്പുറത്തേക്ക് LDF-ഉം അങ്ങനെ ഒരു വലിയ മുന്നേറ്റം എറണാകുളം ജില്ലയെ സംബന്ധിച്ച് കാണുന്നില്ല. മറ്റ് ജില്ലകളിലൊക്കെയാണ് അവർ പ്രതീക്ഷ കാണുന്നത്. അവിടെയും സാധ്യത 4, 2, 6 സീറ്റുകൾ വരെയാണ് LDF പ്രതീക്ഷ കാണുന്നത്. മേൽക്കൈ അപ്പോഴും UDF-ന് തന്നെ എന്ന തരത്തിലേക്ക് നമുക്ക് ചുരുക്കാമെന്ന് തോന്നുന്നു. NDA സംബന്ധിച്ച് ഡാനിയുടെ അടക്കം വിലയിരുത്തൽ വെച്ചാൽ എവിടെയെങ്കിലും ഒരു മത്സരമൊക്കെ കാഴ്ചവെച്ചിട്ടുണ്ടോ? ഒരു പ്രബലമായ പാർട്ടി 2020 NDA-യുടെ ഭാഗമായി, പക്ഷേ എവിടെയും 2ാം സ്ഥാനത്തേക്ക് എത്താൻ കഴിയുമോ എന്നുള്ളത് എത്തിയാൽ തന്നെ അതൊരു വലിയ അട്ടിമറി എന്ന തരത്തിൽ തന്നെ കണക്കാക്കേണ്ടി വരും. NDA-ക്ക് എവിടെയും വിജയപ്രതീക്ഷ കാണാൻ കഴിയില്ല. എന്തായാലും UDF-ന്റെ തന്നെയാണ് എറണാകുളം ജില്ലയെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയുള്ളത്. അല്ലെങ്കിൽ വലിയ വിജയം അവരാണ് പ്രതീക്ഷിക്കുന്നതും കണക്കൂട്ടുന്നതും ഒക്കെ. LDF പിടിച്ചു നിൽക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷ LDF-ഉം കണക്കൂട്ടുന്നു. നാളെ മറ്റു ജില്ലയിലെ സാധ്യതകളും വിശദമായ പരിശോധനകളുമായി ദ ഇലക്ഷൻ ചാനൽ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.